അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് പാരായണം ചെയ്യാണ്. നാരദ ഉവാച പുത്രപ്രാപ്ത്യൈ യദുശ്രേഷ്ഠ ദേവീമാരാധയാംബികാം തസ്യ ആരാധനേനൈവ സദ്യശ്രേയോ ഹ്യവാപ്സ്യസി. വസുദേവ ഉവാച ഭഗവൻ കാഹി സാ ദേവി കിം പ്രഭാവാ മഹേശ്വരി കഥമാരാധനം തസ്യാ ദേവർഷേ കൃപയാ വദ. നാരദ ഉവാച വസുദേവ മഹാഭാഗ ശൃണു സംക്ഷേപതോ മമ ദേവ്യാ മാഹാത്മ്യമതുലം കോ വക്തും വിസ്തരാൽ ക്ഷമ. യാ സാ ഭഗവതി നിത്യ സച്ചിദാനന്ദരൂപിണി പരാൽപരതരാ ദേവി യയാ വ്യാപ്തമിദം ജഗൽ. യദാരാധനതോ ബ്രഹ്മ സൃജതീദം ചരാചരം യാം ച സ്തുത്വാ വിനിർമുക്തോ മധുകൈഡഭജാത് ഭയാൽ. വിഷ്ണുര്യൽ കൃപയാ വിശ്വം ബിഭർത്തി ഭഗവാനിദം രുദ്ര സംഹരതേ യസ്യ കൃപാപാംഗനിരീക്ഷണാൽ. സംസാരബന്ധഹേതുര്യാ സൈവ മുക്തിപ്രദായിനി സാ വിദ്യാ പരമാ ദേവി സൈവ സർവേശ്വരേശ്വരി. നവരാത്രവിധാനേന സംപൂജ്യ ജഗദംബികാം നവാഹോഭി പുരാണം ച ദേവ്യാ
ഭാഗവതം ശൃണു. യസ്യ ശ്രവണമാത്രേണ സദ്യ പുത്രമവാപ്സ്യസി ഭക്തിർമുക്തിർന ദൂരസ്ഥാ പഠതാം ശൃണ്വതാം നൃണാം. ഇത്യുക്തോ നാരദേനാസൗ വസുദേവ പ്രണമ്യതം ഉവാച പരയാ പ്രീത്യാ നാരദം മുനിസത്തമം. വസുദേവ ഉവാച ഭഗവം സ്തവ വാക്യേന സംസ്കൃതം വൃത്തമാത്മനാ ശ്രൂയതാം തച്ച വക്ഷ്യാമി ദേവീ മാഹാത്മ്യസംഭവം. പുരാ നഭോ ഗിരാ കംസോ ദേവക്യഷ്ടമഗർഭതാ ജ്ഞാത്വാത്മമൃത്യും പാപോ മാം സഭായാം ഞരുണദ്ഭിയാ. കാരാഗാരേഹമവശം ദേവക്യാ സഹ ഭാര്യയാ ജാതം സമവധിൽ പുത്രം കംസോപി ച പാപകൃൽ. ഷഡ്പുത്ര നിഹതാസ്തേന തദാ ശോകാകുലാധൃശം അതപ്യദ്ദേവകീ ദേവി നക്തം ദിവമനിന്ദിത. തദാഹം ഗർഗമാഹൂയ മുനിം നത്വാഭിപൂജ്യ ച നിവേദ്യ ദേവകീ ദുഃഖമവോചം പുത്രകാമ്യയാ. ഭഗവൻ കരുണാസിന്ധോ യാദവാനാം ഗുരുർഭവാൻ ആയുഷ്മൽ പുത്രസംപ്രാപ്തി സാധനം വദ മേ മുനെ. തതോ ഗർഗപ്രസന്നാത്മാ മാമുവാച ദയാനിധി വസുദേവ മഹാഭാഗ ശൃണു തൽസാധനം പരം. യാ സാ ഭഗവതി ദുർഗാ ഭക്തദുർഗതിഹാരിണീ താമാരാധയ കല്യാണീം സദ്യശ്രേയോ ഹ്യവാപ്സ്യസി. യദാരാധനതഃ സർവേ സർവാൻ കാമാനവാപ്നുയു ന കിഞ്ചിത് ദുർലഭം ലോകേ ദുർഗാർച്ചനവതാം നൃണാം. ഇത്യുക്തോഹം മുദായുക്ത സഭാര്യോ മുനിപുംഗവം പ്രണമ്യ പരയാ ഭക്ത്യാ പ്രാവോചം വിഹിതാഞ്ജലി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിലെ മാഹാത്മ്യം 2-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗങ്ങളാണ്. 52-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യദുകുലശ്രേഷ്ഠനാകും വസുദേവ കെട്ടിടുക യാദവ കുലതിലകം കൃഷ്ണനെ കിട്ടാൻ. യമികളും പൂജിക്കുന്ന ജഗദംബികാദേവിയെ യമത്തോടെ പൂജിച്ചോളൂ, ശ്രേയസ്സുണ്ടാകും. ദേവർഷേ പറഞ്ഞിടുക വേണ്ട പോലെ സവിസ്തരം, ദേവി എന്നാൽ ആരാണെന്നും മഹിമകളും. ദേവിയെ ആരാധിക്കും ക്രമത്തെയും പറഞ്ഞിടണേ, ദയവായി അടിയനായി ഉപദേശിക്കൂ. മഹാഭാഗനായ മമ വസുദേവാദേവിയുടെ മാഹാത്മ്യങ്ങൾ അത്യധികം നിസ്തൂലമത്രേ. മഹിമകൾ വിസ്തരിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. മമ വാണി ശ്രദ്ധിച്ചോളൂ, ചുരുക്കിച്ചൊല്ലാം. എല്ലാവരും പൂജിക്കുന്ന ഏതു ഭഗവതിയാണോ എക്കാലവും സത്യരൂപിണിയായി മിന്നുന്നു.
ആരാണോ സച്ചിദാനന്ദാത്മകമായ ശ്രീവിഗ്രഹം, ആരാണോ ഈ ജഗത്താകെ നിറഞ്ഞിരിപ്പൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആരെ പൂജിച്ചാണോ ബ്രഹ്മൻ ചരാചരാത്മകമായ അത്ഭുതമാം ജഗത്തിനെ സൃഷ്ടിച്ചിടുന്നു, ആരെ സ്തുതിച്ചാണോ ബ്രഹ്മൻ മധുകൈടഭന്മാരുടെ അത്യധിക ഭയം മാറി സ്വസ്ഥനായതും, ആരുടെ കാരുണ്യത്താലെ ഭഗവാനാം വിഷ്ണുദേവൻ ആശ്ചര്യമായി ജഗത്തിനെ പാലിച്ചിടുന്നു, ആരുടെ അപാംഗ നിരീക്ഷണത്തിന മഹാദേവൻ അർഹനായി ജഗത്തിനെ സംഹരിക്കുവാൻ. ആരാണോ സംസാരമാകും ബന്ധത്തിനു കാരണവും, ആ ദേവി തന്നെയാണല്ലോ മുക്തിദാതാവും, ആ ദേവി തന്നെയാണല്ലോ വിദ്യയായി മിന്നുന്നതും, ആ ദേവി താൻ പരാശക്തി സർവേശ്വരിയും. നവരാത്ര വിധി പോലെ വസുദേവ ഭക്തിപൂർവം നാരായണീ ദേവിയെ താൻ പൂജിച്ചിടുക. നല്ല പോലെ ശ്രദ്ധയോടെ ശ്രീമദ് ദേവി ഭാഗവതം നവാഹമായി കേട്ടിടുക, ഫലമുണ്ടാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശ്രീമദ് ദേവി ഭാഗവത പുരാണത്തെ കേട്ടാൽ തന്നെ ശ്രീകൃഷ്ണനെ ലഭിച്ചിടും, സംശയം വേണ്ട. ശ്രദ്ധയോടെ പഠിപ്പോർക്കും കേൾക്കുന്നോർക്കും അക്ഷയമം ശ്രീയുമൊപ്പം ഭക്തിയും വിദൂരത്തുമല്ല. ഇത്തരത്തിൽ നാരദനം ദേവർഷി പറഞ്ഞ നേരം ഇഷ്ടദേവ സ്മരണയാൽ വസുദേവനും ഇരുപാദ പത്മങ്ങളിൽ വീണു നമസ്കരിച്ചല്ലോ, ഈ വിധത്തിൽ മുനിയോടു പറഞ്ഞുവല്ലോ. നാരദനാം മഹാമുനി തവ വാണി കേട്ട നേരം നേരാണെൻ്റെ ഉള്ളിലൊരു സ്മൃതിയുണർന്നു. നാരായണീ മാഹാത്മ്യത്താൽ മാത്രമുണ്ടായതാകുന്ന നന്മയേറും കഥ ചൊല്ല കേട്ടിടുകെന്നേ. ദേവകി തന്യെട്ടാമത്തെ പുത്രനിൽ നിന്നുണ്ടായിടും ദേഹനാശം എന്നറിഞ്ഞ കംസനാം രാജൻ ദേവവാണി കേട്ടു ഭയപ്പെട്ടവനാം പാപി കംസൻ ദേഷ്യത്തോടെ ഞങ്ങളെയും തമസ്കരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവകി ദേവിയോടൊപ്പം കാരാഗ്രഹം തന്നിലായി ദേവശത്രു കംസനെന്നെ തടവിലാക്കി. ദേവരൂപികളാമെൻ്റെ ഓരോരോ പുത്രന്മാരെയും ദേഷ്യത്തോടെ കംസരാജൻ കൊന്നുകളഞ്ഞു. അത്തരത്തിൽ 6 പുത്രന്മാരെ കംസൻ നിഗ്രഹിച്ചു. അത്രയുമായപ്പോൾ ദേവി തളർന്നു പോയി. അതിനിഷ്കളങ്കയായ മമ ഭാര്യ ദേവകിയോ അഹോരാത്രം കണ്ണീർ വാർത്തു തടവറയിൽ.
അക്കാലത്തു യാദവ കുലഗുരുവ ഗർഗാചാര്യൻ അവിടേക്കു വന്നു ചേർന്നു ദേവി കൃപയാൽ. ആയുസ്സുള്ള പുത്രനെ ലഭിക്കാനായി അപേക്ഷിച്ചു അതിദുഃഖമേറും സർവം ചൊല്ലി നമിച്ചു. കരുണാനിധിയായുള്ള ഗർഗമുനിയാകും ഗുരു തരണേ നിന്നനുഗ്രഹം അടിയനെന്നും. മരണഭയം മാറ്റണേ ആയുസ്സുള്ള തനയനെ തരണേ അതിനായുള്ള ഉപായത്തെയും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആ സമയം ദയാനിധിയായുള്ളത ഗർഗമുനി ആഹ്ലാദത്തോടന്നടേവ പറഞ്ഞുവല്ലോ. അനുപമ ഗുണനിധി വസുദേവ കെട്ടിടുക അതിനുള്ള ഉപായത്തെ ചൊല്ലിടാം ഞാനും. ഭക്തജന ദുർഗതിയെ നശിപ്പിക്കുന്നവളല്ലോ ഭക്തജന ബന്ധുവാകും ദുർഗയാം ദേവി. ഭജിക്കുക മംഗളസ്വരൂപിണിയ ദുർഗയെ താൻ ഭയം വേണ്ട വസുദേവ ശ്രേയസ്സുണ്ടാകും. ദുർഘടങ്ങൾ ഒഴിവാകാൻ എല്ലാവരും ആരെയാണോ ദുർഗയെന്ന പേരിൽ പൂജ നടത്തിയിടുന്നു. ദുർഗാർച്ചനം ചെയ്യുന്നോർക്കും ദുർലഭമായൊന്നുമില്ല. ദുർഗയെ താൻ വസുദേവ ഭക്ത്യാ പൂജിക്കൂ. ഗർഗമുനി തൻ്റെ വാക്യം കേട്ടു നിന്നു ഞാനും. അപ്പോൾ ഗദ്ഗദ കണ്ഠനായി ഞാനും വാക്കുമുറിഞ്ഞു. ഗംഗാസമം മാനവനെ ശുദ്ധനാക്കും ഗുരുവാകും ഗർഗനെ നമസ്കരിച്ചു ഏവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന രൂപത്തിൽ നാമത്തിൽ നമ്മൾ അനുസ്മരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 7ാമത്തെ ദിവസം. ജഗജ്ജനനിയായ അമ്മയുടെ അവദാനങ്ങൾ നിറഞ്ഞ ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 2ാമത്തെ അധ്യായത്തിൽ 33ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും അതേപോലെ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ നാരദ വസുദേവ സംവാദ രൂപത്തിലുള്ള ഭാഗമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ പ്രസേനനെ അന്വേഷിച്ചു പോയതും തിരിച്ചു വരാതിരിക്കുന്നതുമായ സന്ദർഭത്തിൽ നാരദ മഹർഷി എത്തിച്ചേരുന്നതും വസുദേവര് തൻ്റെ ദുഃഖം, പുത്രനെ കാണാത്തതിലുള്ള ദുഃഖം പങ്കുവയ്ക്കുന്നതും അതിന് എന്താണ് ഇനിയൊരു പരിഹാരം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ
നാരദൻ പറഞ്ഞു, പുത്രപ്രാപ്തൈ യദുശ്രേഷ്ഠ ദേവീം ആരാധയാംബികാം തസ്യ ആരാധനേനൈവ സദ്യശ്രേയോ ഹ്യവാപ്സ്യസി. എന്താണ് ഇതിനുള്ളൊരു വഴി? ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്ന് പറയണില്ലേ? അതാ പറഞ്ഞത്, ഹേ യാദവശ്രേഷ്ഠ, പുത്രപ്രാപ്തി, പുത്രനെ ലഭിക്കാൻ ദേവീം ആരാധയാംബികാം, ആ ദേവി സാക്ഷാൽ ഭഗവതിയെ, ജഗദംബികയായ അമ്മയെ ആരാധിക്കൂ. തസ്യ ആരാധനേനൈവ, ആ ഭഗവതിയെ ആരാധിച്ചാൽ തന്നെ സദ്യ, വളരെ പെട്ടെന്ന് ശ്രേയോ ഹ്യവാപ്സ്യസി, ശ്രേയസ് ഉണ്ടാവും. വസുദേവർ ചോദിച്ചു, ഭഗവൻ കാഹി സാ ദേവി കിം പ്രഭാവാ മഹേശ്വരി കഥം ആരാധനം തസ്യാ ദേവർഷേ കൃപയാ വദ. ദേവർഷേ, കാഹി സാ ദേവി, ആ ദേവി ആരാണ്? ആ ദേവിയുടെ പ്രഭാവം, കിം പ്രഭാവാ മഹേശ്വരി, എന്താണ്? കഥം ആരാധനം തസ്യ, എങ്ങനെയാണ് ദേവിയെ ആരാധിക്കേണ്ടത്? ദേവർഷേ കൃപയാ വദ, അല്ലയോ ദേവർഷേ, കൃപയോടുകൂടി കാരുണ്യത്തോടുകൂടി എന്നോട് പറഞ്ഞു തരൂ, എനിക്ക് ദയവായി അതൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു തുടങ്ങി, വസുദേവ മഹാഭാഗ ശൃണു സംക്ഷേപതോ മമ ദേവ്യാ മാഹാത്മ്യമതുലം കോ വക്തും വിസ്തരാൽ ക്ഷമാ. മഹാഭാഗനായ വസുദേവ, ദേവ്യാ മാഹാത്മ്യമതുലം കോ വക്തും വിസ്തരാൽ, ആർക്കാണ് ആ ദേവിയുടെ മാഹാത്മ്യത്തെ, നിസ്തുലമായ മാഹാത്മ്യത്തെ വിസ്തരിച്ചു പറയാനായിട്ട് സാധിക്കുക? അതുകൊണ്ട് ശൃണു സംക്ഷേപതോ മമ, എന്നിൽ നിന്ന് അതിനെ ചുരുക്കി കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. ചുരുക്കി പറയാം, അതിനെ കേട്ടോളൂ. ഹേ മഹാഭാഗനായ വസുദേവ, യാസാ ഭഗവതി നിത്യ സച്ചിദാനന്ദരൂപിണി പരാത്പരതരാ ദേവി യയാ വ്യാപ്തമിതം ജഗൽ, ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഏത് ഭഗവതിയാണോ നിത്യ ആനന്ദസ്വരൂപിണി, സച്ചിദാനന്ദരൂപിണിയായിട്ടിരിക്കുന്നത്, ആരാണോ ആ പരാൽപരയായ ദേവി, ആരാണോ ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, യദാരാധനതോ ബ്രഹ്മാ സൃജതീതം ചരാചരം യാം ച സ്തുത്വാ വിനിർമുക്തോ മധുകൈടഭജാത് ഭയാത്, ആരെ ആരാധിച്ചിട്ടാണോ ബ്രഹ്മാവ് സൃജതീതം ചരാചരം, ഈ ചരാചരത്തെ സൃഷ്ടിക്കുന്നത്, ആരെ സ്തുതിച്ചിട്ടാണോ യാം ച സ്തുത്വാ വിനിർമുക്തോ, മുക്തനായി, എന്തിൽ നിന്ന്? മധുകൈടഭന്മാരെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് ബ്രഹ്മാവ് ആരെ അന്വേഷിച്ചിട്ടാണോ, ആരെ സ്തുതിച്ചിട്ടാണോ മുക്തനായത്. അത് ബ്രഹ്മാവിൻ്റെ കഥയാണെങ്കിൽ വിഷ്ണുവിനെ കുറിച്ച് പറയാണ്, വിഷ്ണുരിയത് കൃപയാ വിശ്വം ബിഭർത്തി ഭഗവാനിതം രുദ്രസംഹരതേയസ്യ കൃപാപാംഗ നിരീക്ഷണാൽ, ആരുടെ കാരുണ്യം കൊണ്ടാണോ, ആരുടെ കൃപ കൊണ്ടാണോ വിഷ്ണു യത് വിശ്വം ബിഭർത്തി, ഈ ജഗത്തിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, രുദ്രഹ സംഹരത്തെ യസ്യ കൃപാപാംഗ നിരീക്ഷണാൽ, ആരുടെ അപാംഗ നിരീക്ഷണം കൊണ്ടാണോ രുദ്രൻ ഈ ലോകത്ത് സംഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, സംഹരിക്കാനുള്ള ശക്തി ശിവന് ലഭിച്ചിരിക്കുന്നത്. സംസാരബന്ധഹേതുര്യാ സൈവ മുക്തിപ്രദായിനി സാ വിദ്യ പരമാദേവി സൈവ സർവേശ്വരേശ്വരി, ആരാണോ സംസാരബന്ധത്തിന് കാരണമായിരിക്കുന്നത്, ആരാണോ മുക്തിയെ നൽകുന്നത്, ആ ദേവി തന്നെ, സാ വിദ്യ പരമാദേവി, ആ ദേവി തന്നെ വിദ്യയും പരാശക്തിയും, അതേപോലെ സൈവ സർവേശ്വരേശ്വരി, സ ഏവ സർവേശ്വരേശ്വരി, ആ ഭഗവതി തന്നെയാണ് എല്ലാത്തിനും ഈശ്വരിയായി ജഗന്നിയന്താവായി നിൽക്കുന്നത്. എന്നിട്ടോ നവരാത്രവിധാനേന, നവരാത്രവിധി അനുസരിച്ച് സമ്പൂജ്യ ജഗദംബികാം, ആ ഭഗവതിയെ പൂജിക്കുക. നവാഹോഭി പുരാണം ച ദേവ്യ ഭാഗവതം ശൃണു, അതേപോലെ തന്നെ 9 ദിവസങ്ങളിലായിട്ട് ആ ദേവ്യ ഭാഗവതം പുരാണം, ദേവീ ഭാഗവതം എന്ന പുരാണത്തെ ശൃണു, കേൾക്കുകയും ചെയ്യാം. അപ്പം നവരാത്രവിധി അനുസരിച്ച് ദേവിയെ പൂജിക്കുകയും അതേപോലെ തന്നെ നവാഹമായിട്ട് ദേവീ ഭാഗവതം കേൾക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു.
യസ്യ ശ്രവണമാത്രേണ സദ്യപുത്രമവാപ്സ്യസി. ഇത് കേൾക്കുന്ന ആ നിമിഷം തന്നെ അങ്ങയ്ക്ക് പുത്രനെ തിരിച്ചു കിട്ടും. ഭുക്തിർ മുക്തിർന്ന ദൂരസ്ഥ പഠതാം ശൃണ്വതാം നൃണാം. നൃണാം പഠതാം ശൃണ്വതാം. മനുഷ്യന് ഇത് പഠിക്കുകയും അല്ലെങ്കിൽ പാടുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭുക്തിയെയും മുക്തിയെയും നൽകും. അത് ദൂരത്തല്ല, എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കിട്ടുക തന്നെ ചെയ്യും എന്നാണ്. ഐശ്വര്യമാണ് ഭുക്തി, മുക്തി മോക്ഷമാണ്. അപ്പോൾ ഐശ്വര്യവും മോക്ഷവും രണ്ടും ഒരുപോലെ ലഭിക്കുന്നതാണ് ഈ ഭഗവതിയെക്കുറിച്ചുള്ള പാരായണം, ഭഗവതിയെക്കുറിച്ചുള്ള അതിൻ്റെ കേൾവി ഒക്കെ. ഇത്യുക്തോ നാരദയനാസൗ വസുദേവ പ്രണമ്യതം ഉവാച പരയാ പ്രീത്യ നാരദം മുനിസത്തമം. ഇത് കേട്ടിട്ട് നാരദൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് വസുദേവര് നാരദനെ പ്രണവിച്ചു, നമസ്കരിച്ചു. ഉവാച പരയാ പ്രീത്യ, പരമമായ സന്തോഷത്തോടുകൂടി നാരദം മുനിസത്തമം ഉവാച, മുനിസത്തമനായ മുനിശ്രേഷ്ഠനായിരിക്കുന്ന നാരദനോട് വസുദേവര് ഇങ്ങനെ പറഞ്ഞു. വസുദേവർ പറയുകയാണ്, ഭഗവംസ്തവ വാക്യേന സംസ്കൃതം വൃത്തമാത്മന ശ്രൂയതാം തച്ച വക്ഷ്യാമി ദേവി മാഹാത്മ്യസംഭവം. ഹേ നാരദ, അങ്ങ് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ഓർമ്മ വന്നു. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. മുമ്പേ ഞാൻ അനുഭവിച്ചതാണ്, അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുകയാണ്. ആ കഥ ദേവീ മാഹാത്മ്യം കൊണ്ടുണ്ടായ സംഭവിച്ചതായിട്ടുള്ള ആ കഥയെ ഞാൻ വക്ഷ്യാമി, ഞാൻ പറയാം. ശ്രൂയതാം, അതിനെ കേൾക്കൂ. പുരാ നഭോഗിരാ കംസോ ദേവക്യഷ്ടമഗർഭത ജ്ഞാത്വാത്മമൃത്യും പാപോമാം സഭായാം ഞരുണഭീത. പണ്ട് ദേവകിയുടെ അഷ്ടമഗർഭത, എട്ടാമത്തെ ഗർഭം, അതിൽ നിന്ന് മരണം സംഭവിക്കും, അല്ലെങ്കിൽ എട്ടാമത്തെ പുത്രനിൽ നിന്ന് മരണം സംഭവിക്കും എന്ന അശരീരി കേട്ടിട്ട്, നഭോഗിര, നഭസിൽ നിന്നുള്ള വാക്കുകൾ, ഇതാണ് ആകാശവാണി അല്ലെങ്കിൽ അശരീരി എന്നൊക്കെ പറയണത്. അത് കേട്ട് ഭയപ്പെട്ട് ജ്ഞാത്വാത്മമൃത്യും പാപോമാം, പാപിയായ കംസൻ, തൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് കംസൻ എന്നെ സഭയിൽ കടക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, കാരാഗാരേഹമവശം ദേവക്യാ സഹഭാര്യയ, എന്നെ എൻ്റെ ഭാര്യയായ ദേവകിയോടുകൂടി കാരാഗൃഹത്തിൽ അടക്കുകയും ചെയ്തു. പോരാ, പിന്നെയോ ജാതം ജാതം സമവധിൽ പുത്രം കംസോപി പാപകൾ, ആ പാപിഷ്ടനായിരിക്കുന്ന കംസൻ ഞങ്ങൾക്കുണ്ടായ ഓരോ പുത്രന്മാരെയും കൊന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഷഡ്പുത്രാ നിഹതാസ്തേന, 6 പുത്രന്മാരെ കംസൻ കൊന്നപ്പോൾ തഥാ ശോകാകുലാഭൃശം, അത്രയാപ്പോഴേക്കും ദേവകിക്ക് ദുഃഖമടക്കാൻ പറ്റാതെയായി. അതപ്യദേവകീ ദേവി നക്തം ദിവമനിന്ദിത, ആ നിഷ്കളങ്കയായ ദേവകീ ദേവി നക്തം ദിവമനിന്ദിത, രാപ്പകലില്ലാതെ അഹോരാത്രം കരയാനായിട്ട് തുടങ്ങി. തദാഹം ഗർഗമാഹൂയ മുനിം നത്വാഭിപൂജ്യ ച നിവേദ്യ ദേവകീ ദുഃഖമവോചം പുത്രകാമ്യയാ. അപ്പോൾ ഞാൻ ഗർഗാചാര്യനെ, യാദവന്മാരുടെ കുലഗുരുവാണ് ഗർഗാചാര്യൻ, ഗർഗാചാര്യനെ ഞാൻ വിളിപ്പിച്ചു, അദ്ദേഹത്തെ നമസ്കരിച്ചു, അദ്ദേഹത്തെ പൂജിച്ച് ആ ദേവകിയുടെ ദുഃഖമവോചം പുത്രകാമ്യയ, ദേവകിയുടെ ദുഃഖത്തിൻ്റെ വൃത്താന്തത്തെ അറിയിച്ചിട്ട്, എന്താ അതിന് കാരണം? ദുഃഖത്തിന് കാരണം പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ദുഃഖം ഞാൻ അവിടെ അദ്ദേഹത്തെ അറിയിച്ചു. എന്നിട്ട് എന്താ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത്? ഭഗവൻ കരുണാസിന്ധോ യാദവാനാം ഗുരുർഭവാൻ ആയുഷ്മൽ പുത്ര സംപ്രാപ്തി സാധനം വദ മേ മുനേ. മുനേ മേ വദ, എന്നോട് പറയൂ. എന്ത്? അവിടുന്ന് കരുണാസിന്ധുവാണ്, കാരുണ്യത്തിൻ്റെ കടലാണ്, യാദവന്മാരുടെ ഗുരുവാണ്. ആയുസ്സുള്ള ഒരു പുത്രനെ കിട്ടാൻ, ആയുഷ്മാനായൊരു പുത്രനെ ലഭിക്കാനുള്ള ഉപായം എന്താണ്? അത് പറഞ്ഞു തരണേ എന്ന് ഞാൻ അപേക്ഷിച്ചു.
തതോ ഗർഗപ്രസന്നാത്മാ. ആ സമയത്ത് പ്രസന്നാത്മാവായിരിക്കുന്ന സന്തോഷിച്ച ആ ഗർഗാചാര്യര് എന്നോട് പറഞ്ഞു, മാമുവാച ദയാനിധി, ദയാനിധിയായിരിക്കുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, വസുദേവ മഹാഭാഗ ശൃണു തൽസാധനം പരം. ഞാൻ പറയുന്നത് കേൾക്കൂ, അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള പരമമായ ഉപായം ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാസാ ഭഗവതി ദുർഗ ഭക്തദുർഗതിഹാരിണി താമാരാധയ കല്യാണിം സദ്യ ശ്രേയോ ഹ്യവാപ്സ്യസി. ഭക്തന്മാരുടെ ഭക്തദുർഗതിഹാരിണി, ദുർഗതിയെ ഇല്ലാതെയാക്കുന്ന, നശിപ്പിക്കുന്ന, യാസാ ഭഗവതി ദുർഗ, ഏതൊരു ദുർഗാഭഗവതിയാണോ മംഗളസ്വരൂപിണിയായ കല്യാണിയായിരിക്കുന്ന ആ ദേവിയെ ആരാധിക്കൂ. സദ്യശ്രേയോ ഹ്യവാപ്സ്യസി, ഉടൻ തന്നെ അങ്ങയ്ക്ക് ശ്രേയസ്സുണ്ടാവും, വളരെ വേഗത്തിൽ. യദാരാധനത സർവേ സർവാൻ കാമാനവാപ്നുയു ന കിഞ്ചിത് ദുർലഭം ലോകേ ദുർഗാർച്ചനവതാം നൃണാം. എല്ലാവരും ആരെ പൂജിച്ചിട്ടാണോ സർവാൻ കാമാനവാപ്നുയു, എല്ലാ അഭീഷ്ടങ്ങളും നേടുന്നത്, ആ ദുർഗാദേവിയെ അങ്ങും പൂജിക്കൂ. ന കിഞ്ചിത് ദുർലഭം ലോകെ, ദുർഗാർച്ചനം കൊണ്ട് മനുഷ്യർക്ക് ദുർലഭമായി ഒന്നും തന്നെയില്ല. ദുർഗയെ അർച്ചിച്ചാൽ നമ്മുടെ ദുർഗതി തീരുകയും എല്ലാ ശ്രേയസ്സുണ്ടാവുകയും ചെയ്യും. അങ്ങയുടെ ആഗ്രഹം സഫലമാവും ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. ഇത്യുക്തോഹം മുദായുക്ത സഭാര്യോ മുനിപുങ്കവം പ്രണമ്യ പരയാ ഭക്തിയാ പ്രാവോചം വിഹിതാഞ്ജലി. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ ഭാര്യയോടുകൂടി ആ മുനിയെ നമസ്കരിച്ചു. സഭാര്യോ മുനിപുങ്കവം പ്രണമ്യ പരയാ ഭക്തിയ, പരമമായ ഭക്തിയോടുകൂടി. എന്നിട്ട് ഞാൻ ആ മുനിപുങ്കവനോട്, ആ മുനിശ്രേഷ്ഠനോട് ഇത്തരത്തിൽ പറഞ്ഞു എന്ന 52ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. വസുദേവര് എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ നാളെ കേൾക്കാൻ പോണത്. ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ
അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം
ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.